ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് വന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ചാനലിൽ ഞാൻ സിനിമ റിവ്യൂസും തിയേറ്റർ റിവ്യൂസും ഇടുന്നത്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഹലോ ഗൈസ്, അപ്പം ഞാനിന്ന് മോഹൻലാലിൻ്റെ വൃഷഭ എന്നുള്ള മൂവി കാണാനാണ് വന്നിരിക്കുന്നത്. ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയാണ്. എന്നാലും എന്തു പറയാം, എൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഈ പടം പോക്കാണെന്നുള്ള കാര്യം മനസ്സിലായി. കാരണം എനിക്കൊട്ടും ട്രെയിലർ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്നാലും മോഹൻലാലിൻ്റെ സിനിമയല്ലേ എന്നും പറഞ്ഞ് കാണുന്ന സിനിമയാണ് ഈ വൃഷഭ. അപ്പോൾ ഇത് തെലുങ്കിലാണ് മെയിൻലി പടം ഇറങ്ങുന്നത്. അത് റീഡബ് ചെയ്ത് മലയാളത്തിൽ ഇറക്കുന്നു. അത് മോഹൻലാലിനെ അഭിനയിച്ചുകൊണ്ടാണ് മലയാളത്തിൽ ഇറക്കുന്നത്, അല്ലെങ്കിൽ മലയാളത്തിൽ ഇറക്കൂലായിരിക്കും. അപ്പോൾ എന്തായാലും ആ സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. എന്താ പറയുക, കൂടുതൽ നീട്ടുന്നില്ല. ഇതൊരു ഹിസ്റ്റോറിക്കൽ പീരീഡ് ആ ടൈപ്പ് മൂവിയാണല്ലോ. ട്രെയിലർ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. കാരണം ഒരു കൺകുവ ടൈപ്പ് മൂവിയായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും എന്താ പറയുക, സിനിമ കണ്ടിട്ട് എൻ്റെ അഭിപ്രായം പറയാം. നമുക്കിനി എന്തായാലും തിയേറ്ററിനകത്ത് കയറിയിട്ട് ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് എന്താണെന്നുള്ള കാര്യം പറയാം. എന്തായാലും കൂടുതൽ ഞാൻ ഹൈപ്പ് കൊടുക്കുന്നില്ല, ഒട്ടും പ്രതീക്ഷയും വെക്കുന്നില്ല. ചുമ്മാ വന്ന് കാണാൻ വിചാരിച്ചൊരു സിനിമയാണ്. എന്തായാലും ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. എന്തായാലും അങ്ങനെ കഴിച്ച പടം ഫസ്റ്റ് ഹാഫ് കണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്താ പറയുക, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല ഫസ്റ്റ് ഹാഫ്. അതായത് പ്രതീക്ഷ പോലെ എന്നെ കൂടുതൽ ഹൈപ്പൊന്നും കൊടുക്കണ്ട ഈ സിനിമയിൽ. ചുമ്മാ വന്ന് കണ്ടു പോകാൻ പറ്റിയ സിനിമയാണെന്ന് എനിക്ക് ഫസ്റ്റ് ഹാഫ് വരെ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളൂ. എന്താ സത്യം പറഞ്ഞാൽ കൺകുവ മൂവിയില്ലേ, ആ ടൈപ്പ് ഒരു പടം. അതായത് ഹിസ്റ്റോറിക്കൽ പീരീഡ് കാലഘട്ടവും ഇപ്പോഴത്തെ പ്രസൻറ്റ് കാലഘട്ടം കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു അച്ഛൻ മോൻ ബന്ധം, അത്ര തന്നെ. അതിനകത്ത് മുൻജന്മത്തിൽ അച്ഛനും മോനായിട്ടുള്ള ഇപ്പോഴത്തെ ജന്മത്തിൽ ശത്രുക്കളാവുന്നു. ആ രീതിയിലൊക്കെയാണ് കഥ പോകുന്നത്. എന്ന് പറഞ്ഞാലും വൃഷഭയുടെ ഈ സിനിമയുടെ VFX ശോകം എന്ന് തന്നെ പറയാം. ഒരു ഈ പീരിയോഡിക് ടൈംസ് കാണിക്കുന്ന സ്ഥലത്ത് ചില സീനൊക്കെ കാണുമ്പോൾ VFX ഒക്കെ ഒട്ടും വർക്കൗട്ടായില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളൂ. എന്നാലും മോഹൻലാലിൻ്റെ ഇൻട്രവൽ ഒരു ഫൈറ്റ് സീനുണ്ട്, അത് മാത്രം കൊള്ളാം. എന്നാൽ ഇതിനകത്ത് കുറേ സീനിൽ മോഹൻലാലിനെ അടിക്കുന്നൊക്കെ ഉണ്ട്. ഒരു മോഹൻലാലിൻ്റെ മകനായിട്ട് വരുന്നൊരു പയ്യനാണ്, ആ ഒരു പുതുമുഖമാണ്. എന്നാലും ആ പയ്യൻ ചുമ്മാ ഓരോ സീനിൽ ഇൻട്രവെല്ലിൽ ആ സ്ഥലത്തൊക്കെ മോഹൻലാലിനെ അടിക്കുന്നുണ്ട്. അതൊന്നും സഹിക്കൂല നമുക്ക് ചില സ്ഥലത്തൊക്കെ. എന്നാലും മോഹൻലാൽ വന്ന് അഭിനയിച്ചെന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു മോഹൻലാലിൻ്റെ ഫ്രണ്ടാണെന്ന് തോന്നി ഇതിൻ്റെ ഡയറക്ടർ നന്ദകിഷോർ എന്ന് പറഞ്ഞ ഡയറക്ടർ. എനിക്ക് തോന്നുന്നു മോഹൻലാലിൻ്റെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും മോഹൻലാൽ പോയി അഭിനയിച്ചത്. അല്ലാതെ എന്തുകൊണ്ടാണ് ഇതിനകത്ത് മോഹൻലാൽ അഭിനയിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തായാലും ഇതിനകത്ത് മലയാളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ആശീർവാദ് സിനിമാസാണ്, അത് അറിയാമല്ലോ. എന്നാലും ഈ സിനിമയിൽ ഒരു പ്രത്യേക ടൈപ്പ് ടൈറ്റിൽ കാർഡുണ്ട് മോഹൻലാലിന്, അത് കൊള്ളാം. അല്ലാതെ എന്താ പറയുക, മൊത്തത്തിൽ പറഞ്ഞ പാടാൻ എനിക്ക് ഫസ്റ്റ് ഹാഫ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇനി എന്തായാലും സെക്കൻഡ് ഹാഫ് കൊടുക്കാനായിട്ട് ബാക്കി എന്താണെന്നുള്ള കാര്യം പറയാം. അങ്ങനെ കഴിച്ച പടം സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് പറയാം, മൊത്തത്തിൽ പറഞ്ഞാൽ 2 മണിക്കൂർ 7 മിനിറ്റ് ലെങ്ത്ത് വരുന്നത്. എന്നാലും നല്ല രീതിയിൽ ലാഗ് ഫീൽ ചെയ്യും നമുക്ക്. ഫസ്റ്റ് ഹാഫ് പോലെ തന്നെ സെക്കൻഡ് ഹാഫും പോയിട്ടുണ്ട്. അതായത് അച്ഛൻ മോൻ ബന്ധം ആ ടൈപ്പിലാണ് കഥ പോയിരിക്കുന്നത്. എന്നാലും ആ ഹിസ്റ്റോറിക്കൽ ഇതെന്തിനും ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. സത്യത്തിൽ പറഞ്ഞ കഥ എന്തോന്ന് ചോദിച്ചാൽ പോയി നമുക്ക് കൺഫ്യൂഷനായി പോകും. അങ്ങനത്തെ രീതിയിലൊരു കഥ. അതായത് മെയിൻ സത്യം പറഞ്ഞ കൺകുവ പോലത്തെ സിനിമ. അതായത് അച്ഛൻ മകൻ ബന്ധം. അതായത് മുൻജന്മത്തിൽ ആയവർ ഇപ്പോഴത്തെ ജന്മത്തിൽ അച്ഛനും മകനും, അങ്ങനെയാണ് കഥ പോയിരിക്കുന്നത്. അത് കുറേ ഫൈറ്റ് സീനിലായി. അവസാനം ക്ലൈമാക്സിലൊക്കെ ചില സീനിലൊക്കെ മോഹൻലാലിനെ അടിക്കുന്നുണ്ട്, ഈ ഇൻ്റർവെല്ലിൽ കാണിച്ച പോലെ. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, മോഹൻലാലിനെ ഒരു കൊച്ചു പയ്യൻ വന്ന് അടിക്കുന്നത്. ആ ഒരു കൊച്ചു പയ്യൻ തെലുങ്കിൽ ഏത് നടനാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ വേറെ സിനിമയൊന്നും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു ആദ്യത്തെ സിനിമ. എന്തായാലും നല്ല രീതിയിൽ ഒരു എന്താ പറയുക, ഒട്ടും കൊള്ളില്ലാത്ത ഒരു സിനിമയെന്ന് തന്നെ പറയാം. ഒരു മോഹൻലാലിന് ഇത്രയും നല്ലൊരു കംബാക്ക് ഇട്ടിട്ട് ഈ സിനിമയോടെ മോശമായെന്ന് പറയാം. കാരണം ഇതേ ദിവസം തന്നെയാണ് കഴിഞ്ഞ വർഷം നമ്മുടെ ഇത് ഇറങ്ങിയത്, നമ്മുടെ ബറോസ് ഇറങ്ങിയത്. അതുപോലത്തെ ഒരു സിനിമ എന്ന് പറഞ്ഞ് ബറോസ് പോലത്തെ ദുരന്തം ഒന്നും പറയുന്നില്ല. പക്ഷെ എന്നാലും എവിടെയൊക്കെ കൊള്ളാം. അല്ലാതെ മൊത്തത്തിൽ പറഞ്ഞാൽ പടം ഡിസപ്പോയിൻ്റ് ആയി എന്ന് വേണമെങ്കിൽ പറയാം, അത്ര തന്നെ. അല്ലാതെ ഗംഭീര സിനിമയൊന്നും ഞാൻ പറയുന്നില്ല. മോഹൻലാൽ ചുമ്മാ വന്ന് അഭിനയിച്ചെന്നുള്ള തോന്നല്ല എനിക്ക് തോന്നിയത് ഈ സിനിമ കാണുമ്പോൾ. ഈ മോഹൻലാൽ അല്ലാതെ വേറെ ഏത് നടനെ അഭിനയിച്ചാലും പടം പൊട്ടും, അത് വേറെ കാര്യം. എന്നാലും എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല സിനിമ, അത്ര തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി എന്താ പറയുക, എൻ്റെ അഭിപ്രായം ഇത്രയേ ഉള്ളൂ. എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. സൗണ്ടും ആ സംഭവങ്ങളൊക്കെ കൊള്ളാം. എന്നാലും
കുറച്ചും കൂടെ നല്ലതാക്കാമായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി എന്താ പറയുക, വരുന്ന വീഡിയോസിലൊക്കെ അടുത്ത മൂവിയുടെ റിവ്യൂസൊക്കെ ഇടാം. അപ്പോൾ ഇന്ന് ഞാൻ OD4 സിനിമ കണ്ട ഏരിയസിൽ. അപ്പോൾ അതിൻ്റെ ഒരു സെപ്പറേറ്റായിട്ടൊരു OD4 എന്താണെന്നുള്ള കാര്യം ഞാൻ സെപ്പറേറ്റായിട്ട് വീഡിയോ ഇടാം. മൊത്തത്തിൽ പറഞ്ഞാൽ പടം അറിയാമല്ലോ, 10ൽ എത്ര കൊടുക്കാന്ന് വെച്ചാൽ ഒരു 4 അല്ലെങ്കിൽ 3.9 എങ്ങാണ്ടേ കൊടുക്കുകയുള്ളൂ. കൺകുവ പോലത്തെ ദുരന്ത സിനിമയെന്ന് പറയുന്നില്ല, വേണമെങ്കിൽ വന്ന് കാണുക, അത്ര തന്നെ. അല്ലാതെ ഞാൻ റെക്കമെൻഡ് ചെയ്യൂല. ഇതിനും നല്ല കാലം പടം എനിക്ക് തോന്നുന്നു സർവമായ അല്ലെങ്കിൽ ദിലീപിൻ്റെ ആ ബബ സിനിമ കാണാനേ ഞാൻ പറയുള്ളൂ. ഇത് മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അല്ലാതെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വന്ന് കാണുക, അല്ലാതെ ആഗ്രഹമില്ലെങ്കിൽ ഈ പറഞ്ഞ 2 സിനിമ പോയി കാണുക, അത്ര തന്നെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോസിൽ വരുന്ന മൂവീസിൻ്റെ റിവ്യൂസൊക്കെ ഇടാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ്.